വല്ലാത്തൊരു കഷ്ടം തന്നെ. ചോറ് എങ്ങനെയെങ്കിലും അടുപ്പം ഉണ്ടാക്കാൻ വിചാരിക്കാം. ഈ ചായക്കടിയൊക്കെ എങ്ങനെ ഗ്യാസ് ഇല്ലാതെ ഉണ്ടാക്കുക? എവിടേക്കോ യുദ്ധം നടക്കണ്ടെന്നും പറഞ്ഞ് നമ്മളെ അടുക്കളയിലെ പ്രശ്നം. വല്ലാത്തൊരു കഷ്ടം തന്നെ. അല്ലെങ്കിൽ ഇപ്പം എന്താ ഒരു കാരണം കിട്ടാൻ നിൽക്കാണ് കേരളത്തിൽ എന്തെങ്കിലും. അതല്ല ആലോചിക്കുന്നത്. ഇപ്പം ഇത്രയും കുറ്റി ഗ്യാസൊക്കെ ഉണ്ടായിട്ട് ഈ ഗ്യാസും കുറ്റിയൊക്കെ ഇപ്പം ഇത് എവിടെ ഒളിപ്പിച്ചേക്കണ്? അതെങ്ങനെ ഓരോരുത്തർ 5-6 കുറ്റിയല്ലേ? നമ്മൾ ഈ പാവപ്പെട്ടവർക്ക് മാത്രം ഒരു കുറ്റി പോലും കിട്ടാത്ത. പിന്നെ എന്താ പണിക്ക് വിറക് എത്തിച്ചാല് ഗ്യാസ് ഉണ്ടെങ്കിൽ തന്നെ കത്തിക്കാൻ പാടുള്ളൂ. ഞാൻ വരുന്ന കാലത്തെ 5-6 കുട്ടികളുടെ വരെയൊക്കെ ഞാൻ വന്നത്. ഇന്റെ 3-4 കുട്ടികൾ അതും ഞാൻ തൊടിയെന്ന് വിറക് കൊടുത്തിട്ടാണ് കത്തിച്ചിട്ടുള്ളത്. അതൊക്കെ അറിയാ? നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട. പണ്ടത്തെ നിങ്ങളെ മക്കൾക്കേ കഞ്ഞി പയറും മതി, അല്ലെങ്കിൽ ഒരു ചമ്മന്തി കൊണ്ട് അരച്ചു കൊടുത്താൽ മതി. ഇപ്പത്തെ മക്കൾക്ക് അത് പറ്റുമോ? പറ്റൂലല്ലോ. എന്നിട്ട് നിങ്ങൾ ആ വർത്താനൊന്നും പറയണ്ട. നിങ്ങൾ പണ്ടത്തെ മക്കളെ നോക്കി, അത് നോക്കി, ഇത് നോക്കി. പണ്ടത്തെ കാലത്തൊക്കെ ഗ്യാസ് ഉണ്ടായിട്ടിരുന്നു. ഇപ്പോഴല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ഗ്യാസും കുറ്റി ഉണ്ടായത്? നന്നായി. ഗ്യാസ് നിന്നതിക്ക് നല്ല പറ്റി. ഗ്യാസ് ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. നിങ്ങളെ പണ്ടത്തെ കാലമൊന്നുമല്ലത്. ഇല്ല, മക്കൾക്കേ രാവിലെ എണീറ്റ ചായക്കടി, അതിന് 2 വിധം കറി, പിന്നെ സ്കൂളിലേക്ക് അത് ഇതൊക്കെ കൊട്ടേക്കാന്നുണ്ടല്ലേ ഗ്യാസ് നിർബന്ധമാണ്. നിങ്ങളെപ്പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരുങ്ങി പാർപ്പട്ട് ബ്യൂട്ടി പാർലറിൽ പോകുക, ഇങ്ങനെ ചുണ്ടുമ തേക്കുക, എന്താ കുറച്ച് കാര്യം പോകയും കൊണ്ട് വിചാരിച്ചിട്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല. തിരക്കടില്ലല്ലോ. അല്ല, നിങ്ങൾ എന്താ പറഞ്ഞേ? ബ്യൂട്ടി പാർലർ പോകുന്നല്ലേ, ലിപ്സ്റ്റിക് ഇടുന്നല്ലേ? അങ്ങനെ തന്നെയാണ്. ഞാൻ ഇനി ലിപ്സ്റ്റിക് ഇടും, ഇനി ബ്യൂട്ടി പാർലർ പോകും. നിങ്ങൾക്കല്ലേ ഗ്യാസ് കിട്ടാത്ത? ഗ്യാസ് കിട്ടുമോ ഇല്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശരിയാക്കി തരാം ഞങ്ങള്. നെജ്ജൊന്നാൽ പോയി കൊണ്ടേ ഗ്യാസും കുറ്റി. ഇവിടെ അന്യ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോഴേ ആർക്ക് ഇങ്ങനെ ഗ്യാസ് ആയിട്ട് കുത്തിരിക്കുകയല്ലേ? അതൊന്ന് കാണാലോ അന്റെ ഗ്യാസും കുറ്റി. ഈ ഗ്യാസ് ഇല്ലാത്ത പ്രശ്നം വല്ലാത്തൊരു പ്രശ്നം തന്നെ. അടുക്കള യുദ്ധമാണ് നടക്കുന്നത്. എനിക്കൊന്നും വയ്യ വിറകട പൂതാൻ. എന്തായി? നിങ്ങൾ ആ ഗ്യാസിന്റെ ആൾക്കാരെ വിളിച്ചാ? ഞാൻ വിളിച്ചോണ്ടിരിക്കാണ്. എപ്പോ വിളിച്ചാലും ഗ്യാസ് ഇല്ല ഗ്യാസ് ഇല്ല അയാൾ പറഞ്ഞത്. നിങ്ങൾ ഒന്നും കൂടി വിളിക്ക്. ഹലോ പൊന്നാര ചങ്ങായിയെ, ഇവന്റെ പെരയിലത്തെ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിട്ടാ. ഒരു കുറ്റിയെങ്കിലും ഒന്ന് കൊടുന്നു തരുമോ? ഗ്യാസ് ഇല്ലറോ? എത്ര ദിവസമായി എനിക്ക് വിളിക്കണത്? ഇവിടെ ആദ്യം ബുക്ക് ചെയ്തോട്ട് കൊടുത്തു തീർന്നിട്ടില്ല. ഇല്ലാന്ന് പറഞ്ഞു. നിങ്ങൾ ഒന്നും കൂടി വിളിക്ക്. ഹലോ, ഒരു ഗ്യാസ് കുറ്റിയെങ്കിലും എന്തിനും ചില്ലറ കൂട്ടിത്തരാം. ഒരു കുറ്റി. എടാ തന്നോടല്ലോ പറഞ്ഞ ഗ്യാസ് ഇല്ലാന്ന്. ഇല്ല അല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വിളിക്കണ്ട, ഞാൻ വിളിച്ചോളൂ. പിന്നെ ഞാൻ വിളിച്ചിട്ട് കിട്ടാത്ത കുറ്റിയപ്പം എനിക്ക് കിട്ടാൻ പോകണം. അത് കിട്ടിയെന്നെ. ഹലോ ഹലോ ഹലോ. അതെ, ഒരു കുറ്റി ഗ്യാസ് കിട്ടുമോ? ഇല്ലേ? അയ്യോ അങ്ങനെ പറയല്ലേ. എത്ര ദിവസമായി അറിയാം ഇവിടെ വെച്ചുണ്ടാക്കിയിട്ട്. എങ്ങനെയെങ്കിലും ഒരു ഗ്യാസും കുറ്റി ഒപ്പിച്ചേര്. ഓക്കെ, എത്തിച്ചേരാലോ. അതിനെന്താ? എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? നിങ്ങളെ ഞാൻ കണ്ടിരിക്കണം അവിടെ വന്നപ്പോൾ ഒരു ദിവസം. നിങ്ങൾ അന്ന് എന്നോട് ചിരിച്ചിരുന്നു. അന്ന് ഞാൻ നമ്പർ വാങ്ങിയതാ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് എത്ര ദിവസമായി അറിയോ? ഇന്നലെ ചിക്കൻ കൊണ്ടുവന്ന്, അരി കൊണ്ടുവന്ന്, ഉള്ളി കൊണ്ടുവന്ന്, ഞാനിത് വെക്കാൻ നോക്കിയപ്പോൾ ഗ്യാസ് ഇല്ല. എൻ്റെ വിഷമം ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ വരുമ്പോൾ ഒന്ന് വിളിക്കണം കേട്ടാ. ആയിക്കോട്ടെ, അതിനെന്താ? ഇല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാലും മതി. ഞാൻ വാട്സപ്പിൽ അയക്കാം. ശരി എന്നാ. ഓക്കെ. ഇപ്പൊ ഗ്യാസ് എത്ത്. അല്ല സാറേ, ഈ കുറ്റി നമുക്ക് മറ്റേ വീട്ടിൽ കൊടുക്കേണ്ട കുറ്റില്ല. ഇത് ഇവിടെ കൊടുത്തോ, ഞാൻ പറഞ്ഞാണ്ട് കേട്ടാ മതി. ഹലോ, ഇവിടെ ആളില്ലേ? ഒന്നും ഉണ്ടാണ്ടിക്കട. ഹലോ, പഠിച്ചോനെ ഗ്യാസ് വന്നാ ഇന്ന് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും. അങ്ങോട്ട് ഇറക്കിക്കോളി ഇതാ അവിടേക്ക്. അല്ല, ഞാൻ വാട്സപ്പിൽ ഒരു ആയി അയച്ചിരുന്നു, മറുപടി ഒന്നും കിട്ടിയില്ല. ഇങ്ങളെന്ന് ഞാൻ അറിയാത്ത നമ്പറാന്ന് തോന്നിയപ്പോഴേ അത് ബ്ലോക്ക് ചെയ്തിട്ട്. പേരെന്തായിരുന്നു? പേര് മൈമൂന. ആണുങ്ങൾ വിളിച്ചാൽ ഗ്യാസ് ഇല്ല, പെണ്ണുങ്ങൾ വിളിച്ചപ്പോൾ ഗ്യാസ് വേഗം എത്തിച്ച്. കുബിയാണ് അല്ലേ? അതെ, ഇങ്ങോട്ട് നോക്കി. എന്തോരം പാവങ്ങൾ ഒരു കുറ്റി ഗ്യാസ് ഇട്ടാതെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയോ? നിങ്ങൾക്ക് പഞ്ചാര അടിച്ചാൽ മാത്രം നിങ്ങൾ ഗ്യാസ് തരുള്ളേ. എൻ്റെ ഇക്ക വിളിച്ച്, എൻ്റെ അമ്മായിമ്മ വിളിച്ച്, നിങ്ങൾ ഗ്യാസ് തന്നില്ലല്ലോ. ഉണ്ട് പഞ്ചാര വർത്താനം നന്നപ്പണ്ട് ഗ്യാസും കിട്ടി. അതെ, പോവല്ലേ, നിങ്ങളിവിടെ സംസാരിച്ചിരിക്കേ. ഞാൻ പോയിട്ട് ചിക്കനും മസാല കേക്കട്ടെ. ഡോ, ഇനി ഇത് ഗ്യാസ് നിറക്കേണ്ടതില് ഇനി പഞ്ചാര അരച്ചാൽ മതി കേട്ടാ.